ബ്രിട്ടീഷുകാരും ഹൈദരാലിയും. പ്ലാസി യുദ്ധത്തിലും അതിനുശേഷം നടന്ന 3 മറാഠി യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി അവർ വടക്കേ ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ ശക്തിയായി തീർന്നു. പിന്നീട് അവരുടെ ശ്രദ്ധ തിരിഞ്ഞത് തെക്കേ ഇന്ത്യയിലേക്കായിരുന്നു. തെക്കേ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് രാജ്യം വികസിപ്പിക്കുന്നതിന് അവർ അപ്പോൾ തടസ്സമായി കണ്ടത് മൈസൂറിലെ ഹൈദരാലിയെയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനെയുമായിരുന്നു. ഫ്രഞ്ചുകാരെ തെക്കേ ഇന്ത്യയിൽ നിന്ന് നേരത്തെ തന്നെ അവർ തുരത്തി. മൈസൂർ രാജാവിന്റെ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരന്റെ മകനായി 1722 ഹൈദരാലി ജനിച്ചത്. സ്വപ്രയത്നവും കഴിവും കൊണ്ട് അദ്ദേഹം മൈസൂർ വടയാർ ഹിന്ദു രാജാവിന്റെ സേനാനായകനായി തീർന്നു. ഹൈദരാലി ഒരു മുസ്ലിം ആയിരുന്നിട്ട് പോലും മൈസൂർ വടയാർ രാജകുടുംബം അദ്ദേഹത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ ഹൈദരാലി അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഒരു സുപ്രഭാതത്തിൽ അയാൾ വടയാർ രാജകുടുംബത്തെ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ നീക്കം ചെയ്ത് അധികാരം പിടിച്ചെടുക്കുകയും സ്വയം രാജാവായി സിംഹാസനാരോഹണം നടത്തുകയും ചെയ്തു. ഡൽഹി സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും പാരമ്പര്യമാണ് ഹൈദരാലി തന്റെ രാജാവിനെ നിഷ്കാസനം ചെയ്തതിലൂടെ സ്വീകരിച്ചത്. രാജാവായി അധികം താമസിയാതെ തന്നെ മൈസൂറിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഹൈദരാലി പിടിച്ചെടുക്കുവാൻ തുടങ്ങി. അവിടങ്ങളിലെ ജനങ്ങളെ കൊള്ളയടിച്ച് അയാൾ തന്റെ ഖജനാവ് വീർപ്പിച്ചു. മറാഠികളോടും നൈസാമിനോടും അദ്ദേഹം ആദ്യം പിണങ്ങിയെങ്കിലും പിന്നീട് അവരുമായി സന്ധിയുണ്ടാക്കി. മലബാർ പിടിച്ചെടുക്കുകയും ആയിരക്കണക്കിന് നായന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു. 15,000 നായന്മാരെ തടവുകാരായി പിടിച്ച് മൈസൂറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മലബാർ ആക്രമണം. AD 1761 ഹൈദരാലി മൈസൂറിൽ അധികാരത്തിൽ വന്നപ്പോൾ മലബാറിലെ മാപ്പിളന്മാർ എന്നറിയപ്പെടുന്ന മുസ്ലിം കച്ചവടക്കാർ അതിനെ തങ്ങളുടെ കൂടി വിജയമായി കൊണ്ടാടുകയും അതിന്റെ മറവിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനും തുടങ്ങി. തങ്ങൾ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും സുൽത്താൻ ഹൈദരാലി തങ്ങളുടെ രക്ഷയ്ക്ക് എത്തുമെന്നും അവർ കരുതി. നാട്ടുകാരായ നായന്മാരിൽ നിന്നും നമ്പൂതിരിമാരിൽ നിന്നും കൊള്ളലാഭം എടുക്കുകയും ഷൈലാക്കുകളെ പോലെ കൊള്ളപ്പലിശ ഈടാക്കുകയും ചെയ്തു. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിനിടവരുത്തി. തങ്ങളുടെ പെൺകുട്ടികളെ പണം കൊണ്ട് വശീകരിച്ച് വിവാഹം കഴിക്കുന്നതും പിന്നീട് അവരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നതും നമ്പൂതിരിമാരെയും നായന്മാരെയും കോപാകുലരാക്കി. ഇങ്ങനെ പോയാൽ തങ്ങളുടെ മതവും സംസ്കാരവും നാമാവശേഷമാവുമെന്ന് അവർ കരുതി. ഒടുവിൽ മാപ്പിളമാരെ വകവരുത്തുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരുടെ ആവശ്യത്തിനായി അവരുടെ സഹായത്തിന് കോഴിക്കോട് സാമൂതിരിയും നാട്ടുപ്രമാണിമാരും ചെറു രാജാക്കന്മാരും എത്തി. 1765 നമ്പൂതിരിമാരും നായന്മാരും മാപ്പിളമാർക്കെതിരെ കലാപം അഴിച്ചുവിടുകയും 6000 കച്ചവടക്കാരായ മാപ്പിളമാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. കുറെ പേർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ പത്തേമാരികൾ കയറി കണ്ണൂരിലേക്ക് രക്ഷപ്പെട്ടു. കണ്ണൂർ അപ്പോഴേക്കും ഹൈദരാലിയുടെ രാജ്യാതിർത്തിക്കുള്ളിൽപ്പെട്ട് കഴിഞ്ഞിരുന്നു. മാപ്പിളമാരുടെ കൂട്ടക്കൊല ഹൈദരാലിയുടെ ചെവിയിലെത്തിയെന്ന് മാത്രമല്ല, അവരെ പ്രതിനിധീകരിച്ച് മുസ്ലിം പ്രമാണിമാർ ഹൈദരാലിയുടെ അടുക്കലെത്തി സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. മലബാറിലെ മാപ്പിളമാരുടെ കൂട്ടക്കൊലയ്ക്ക് പകരം വീട്ടേണ്ടത് അല്ലാഹുവിന്റെ പ്രതിനിധിയും മുസൽമാൻ